സേവിച്ചിടും നിന്നെ ഞാൻ യേശുവേ, സേവിച്ചിടും നിന്നെ ഞാൻ യേശുവേ, സേവിച്ചിടും നിന്നെ ഞാൻ. ജീവനെനിക്കായി ക്രൂശിൽ വച്ചു തങ്ങൾ ജീവനെ വീണ്ടെടുത്ത പ്രാണനാഥ, സേവിച്ചിടും നിന്നെ ഞാൻ യേശുവേ, സേവിച്ചിടും നിന്നെ ഞാൻ. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഇന്ന് യേശുവിൻ്റെ സൗഖ്യദായക ശുശ്രൂഷയെക്കുറിച്ച് ചിന്തിക്കാം. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 8-ാം അധ്യായം ആരംഭിക്കുന്നത് കുഷ്ഠരോഗം ബാധിച്ച ഒരു മനുഷ്യന് യേശു സൗഖ്യം നൽകുന്ന സംഭവത്തിൻ്റെ വിവരണത്തോടെയാണ്. സൗഖ്യം അപേക്ഷിച്ചുകൊണ്ട് തൻ്റെ മുൻപിൽ വന്ന് നിൽക്കുന്ന രോഗിയായ മനുഷ്യനെ യേശു തൊട്ട് സൗഖ്യമാക്കി എന്നാണ് സുവിശേഷകൻ രേഖപ്പെടുത്തുന്നത്. യേശുവിൻ്റെ പ്രതികരണം ശ്രദ്ധേയമാണ്. കുഷ്ഠരോഗം ബാധിച്ചിരുന്ന ആളുകൾ യേശു ജീവിച്ച കാലഘട്ടത്തിൽ സമൂഹത്തിൽ പുലർത്തേണ്ടതായ അകലങ്ങളെക്കുറിച്ചുള്ള സൂചനകൾ പഴയ നിയമത്തിൽ നിന്നും നമുക്ക് വായിച്ചെടുക്കാവുന്നതാണ്. അങ്ങനെയൊരു സമൂഹത്തിൽ യേശു കർത്താവ് ആ അകലങ്ങളെയും നിയമങ്ങളെയും ഭേദിക്കുകയാണ് സൗഖ്യദായക ശുശ്രൂഷയിലൂടെ ചെയ്യുന്നത്. ശാരീരികമായ സൗഖ്യത്തോടൊപ്പം സമൂഹത്തിൽ പുതിയ ചില കാഴ്ചപ്പാടുകളെയും പുതിയ നിയമങ്ങളെയും യേശു രൂപപ്പെടുത്തുന്നുണ്ട്. യേശുവിൻ്റെ സൗഖ്യദായക ശുശ്രൂഷയിലുടനീളം ഇങ്ങനെയുള്ള കാര്യങ്ങൾ കാണാൻ സാധിക്കും. രക്തസ്രവം ബാധിച്ച സ്ത്രീയെ സൗഖ്യം പ്രാപിക്കുന്നത് സമൂഹത്തിൻ്റെ മധ്യത്തിലാണ്. അതുവരെ അരികുകളിൽ മാറി ജീവിക്കേണ്ടിയിരുന്ന ആ സ്ത്രീ സൗഖ്യം പ്രാപിക്കുവാനായി യേശു നടക്കുന്ന വഴികളിലേക്ക് വരികയും അവിടെ നിന്ന് യേശുവിൽ നിന്ന് സൗഖ്യം പ്രാപിക്കുകയും ചെയ്യും. ശാരീരികമായ സൗഖ്യം സമൂഹത്തിൽ ഒരു പുതിയ സ്ഥാനം കൂടെ ഉറപ്പിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ആത്മീയമായ സൗഖ്യത്തിനും പ്രാധാന്യമുണ്ട്. ഈ നോമ്പ് കാലഘട്ടത്തിൽ സൗഖ്യം എന്നത് ശാരീരികം മാത്രമല്ല, മനസ്സിനും ആത്മാവിനും ഉണ്ടാകേണ്ട സമാധാനത്തിൻ്റെയും പുതുജീവൻ്റെയും അനുഭവമാണ്. മർക്കോസ് 2-ാം അധ്യായത്തിൽ 4 കൂട്ടുകാർ ചേർന്ന് ഒരു മനുഷ്യനെ യേശുവിൻ്റെ അടുക്കൽ കൊണ്ടുവരുന്നുണ്ട്. എഴുന്നേൽക്കുവാൻ വയ്യാതെ കിടക്കയോടെ വരുന്ന ആ മനുഷ്യനോട് യേശു ഒരു സംഭാഷണത്തിൽ ഏർപ്പെടുന്നുണ്ട്. അവിടെ ചുറ്റും കൂടി നിന്നവർ എന്ത് പറഞ്ഞാണ് യേശു ഇയാളെ സൗഖ്യമാക്കുവാൻ പോകുന്നത് എന്ന് ആലോചിക്കുന്നുണ്ട്. അവരുടെ സംശയത്തെ കണ്ടിട്ടാണ് യേശു ഇപ്രകാരം പറയുന്നത്. ഈ മനുഷ്യനോട് എന്തു പറയുന്നതാണ് എളുപ്പം? എഴുന്നേറ്റ് കിടക്കയെടുത്ത് നടക്ക എന്ന് പറയുന്നതോ, അല്ല ഇതാ നിന്റെ പാപങ്ങൾ മോചിച്ചു തന്നിരിക്കുന്നു എന്ന് പറയുന്നതോ? യേശു പറയാൻ ശ്രമിക്കുന്നത് ഇതാണ്: ഈ മനുഷ്യന് സൗഖ്യം ലഭിക്കും, എന്നാൽ മനുഷ്യപുത്രന് ഭൂമിയിൽ പാപങ്ങളെ മോചിപ്പാൻ അധികാരമുണ്ട് എന്ന് നിങ്ങൾ അറിയേണ്ടതിന് ഇതാ നിന്റെ പാപങ്ങൾ മോചിച്ചു തന്നിരിക്കുന്നു, എഴുന്നേറ്റ് നടക്ക എന്ന് പറയുകയാണ്. ആത്മീയമായ സൗഖ്യം യേശു കർത്താവ് നൽകുന്ന ഒരു അനുഭവമാണ്. മോശ മരുഭൂമിയിൽ താമ്രസർപ്പത്തെ ഉയർത്തിയപ്പോൾ അതിലേക്ക് നോക്കിയവർ രക്ഷപ്പെട്ടതുപോലെ കാൽവറിയിൽ ഉയർത്തപ്പെട്ട കുരിശിലേക്ക് നോക്കുന്ന ആളുകൾ ദൈവിക രക്ഷയുടെ അനുഭവത്തിലേക്ക് പ്രവേശിക്കും എന്ന് യേശു കർത്താവിനെ കുറിച്ച് യോഹന്നാന്റെ സുവിശേഷകൻ പറയുന്നുണ്ട്.
യേശു കർത്താവ് കാൽവറിയിൽ യാഗമായി തീർന്നതിനെ ഓർക്കുകയും ദൈവിക ഇടപെടലുകളെക്കുറിച്ച് ധ്യാനിക്കുകയും ചെയ്യുന്ന ഈ നോമ്പ് കാലഘട്ടത്തിൽ നമ്മുടെ ചുറ്റുപാടുമുള്ളവരുടെ രോഗങ്ങളും വേദനകളും നമ്മുടെ സൗഖ്യദായക ശുശ്രൂഷകളും എല്ലാം ദൈവിക ഇടപെടലുകളുടെ വെളിച്ചത്തിൽ മുൻപോട്ട് നടത്തപ്പെടുവാൻ നമുക്ക് പ്രാർത്ഥിക്കാം.